ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് അമേരിക്കയിലേക്കാണ്. ഇറാനെതിരെ ഒരു സൈനിക നീക്കമുണ്ടായാൽ അത് വാഷിംഗ്ടണിൽ നിന്നാകും, അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിലാകും എന്നാണ് ഇതുവരെ കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. ഇറാനെ നേരിടാൻ ഇനി അമേരിക്കയുടെ അനുമതിക്കോ എന്തിന് അവരുടെ സഹായത്തിനോ പോലും കാത്തു നിൽക്കില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇസ്രായേൽ. ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി മുന്നോട്ട് പോയി നിശ്ചയിക്കപ്പെട്ട ചുവപ്പ് വര, റെഡ് ലൈൻ ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഒപ്പം ചേർന്നല്ല, മറിച്ച് ഒറ്റയ്ക്ക് ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് അറിയിച്ചതാണ് ഈ കാര്യം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും വലിയ ഭീഷണിയാണെന്നും അത് വളരാൻ അനുവദിക്കില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നടന്ന അതീവ രഹസ്യമായ ഉന്നതതല ചർച്ചകളിലാണ് ഈ തീരുമാനം അറിയിച്ചത്. വെറുതെ ഒരു ഭീഷണി മുഴക്കുകയല്ല ഇസ്രായേൽ ചെയ്തത്. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, ആയുധപ്പുരകൾ, സാങ്കേതിക വികസന കേന്ദ്രങ്ങൾ എന്നിവ എങ്ങനെ തകർക്കും എന്നതിന്റെ കൃത്യമായ പദ്ധതികളും അവർ അമേരിക്കയുമായി പങ്കുവച്ചു. നിലവിൽ ഇറാൻ ആ ലക്ഷ്മണരേഖ കടന്നിട്ടില്ല. എങ്കിലും ഇറാന്റെ ഓരോ നീക്കവും ഓരോ സാങ്കേതിക വികാസവും ഇസ്രയേൽ സൈന്യത്തിന്റെ കർശന നിരീക്ഷണ വലയത്തിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട തന്ത്രപരമായ ഒരു കാര്യമുണ്ട്. യമനിലെ ഹൂതി വിമതർക്കെതിരെ അമേരിക്ക മുൻപ് സ്വീകരിച്ചതുപോലെയുള്ള ഒരു പരിമിതമായ നടപടിയല്ല ഇസ്രയേൽ ആഗ്രഹിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ചെറിയ നീക്കങ്ങൾ ഉണ്ടായാൽ അത് ഇറാന്റെ യഥാർത്ഥ സൈനിക ശേഷിയെ തകർക്കില്ല. മറിച്ച് കുറച്ചു നാളത്തേക്ക് ഒന്ന് ഒതുങ്ങിക്കൊടുക്കാനും പിന്നീട് കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരാനും മാത്രമേ അത് ഇറാനെ സഹായിക്കൂ എന്നാണ് ഇസ്രായേൽ ഭയപ്പെടുന്നത്. അതുകൊണ്ട് പാതി വഴിയിൽ നിർത്തുന്ന ഒരു യുദ്ധത്തിനില്ലെന്നും ആവശ്യമെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള പൂർണ്ണ അവകാശം തങ്ങൾക്കുണ്ടെന്നും ഇസ്രായേൽ ആവർത്തിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യോമസേന മേധാവികളും ഉടൻ തന്നെ അമേരിക്ക സന്ദർശിക്കാനിരിക്കെയാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നത് ഇതിന്റെ ഗൗരവവും വർദ്ധിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ തീരുമാനം ഇസ്രായേലിൻ്റെതാണ്. ഇറാൻ ആ പിഴവ് വരുത്തിയാൽ മറുപടി നൽകാൻ ഇസ്രായേൽ ഒറ്റയ്ക്ക് മതിയാകും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ചോദ്യം ആര് എന്നതല്ല, എപ്പോൾ എന്നത് മാത്രമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.